യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കിന്ന് ഒരു പാലാച്ചുണ്ട്. അപ്പം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഞാനിത് പല്ലേക്കാൻ പോവാണ് ഗൈസ്. അതുകൊണ്ടാണ് കണ്ണാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പല്ലേച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കണം. ഞാൻ എൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് ഞാൻ പല്ല് തേക്കുന്നത്. പല്ലേച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് കുളിക്കണം, കുറച്ച് വെള്ളം കുടിക്കണം. നമുക്ക് വെള്ളം എടുത്തു. അപ്പോൾ ഗായ്സ് ഞാൻ വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. ഇതോടെ എൻ്റെ വെള്ളം. അപ്പോൾ ഞാൻ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഈ വെള്ളം കുടിക്കണമെങ്കിൽ എനിക്കൊരു 1 മണിക്കൂറെങ്കിലും വേണം. അപ്പം അതിൻ്റെ വാപ്പ പോയതാണ് ഗൈസ്. ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുളിക്കണം. അതേപോലെ തന്നെ എനിക്ക് കോസ്റ്റ്യൂം അയൺ ചെയ്യണം, പിന്നെ ഓർണമെന്റ്സ് സെറ്റ് ആക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. പിന്നെ ഞാൻ എന്തൊരു ഹോം ടൂറിന്റെ പാർട്ട് 2 ഇടാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ആയിട്ടില്ല. അപ്പം ഉടനെ വരുന്നതായിരിക്കും ഹോം ടൂറിന്റെ പാർട്ട് 2. അപ്പോൾ ഗൈസ് ഞാൻ കുളിക്കാൻ പോവാണ്. എനിക്ക് ന്യൂമോണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഗൈസ് ഞാൻ കുളിക്കുന്നത്. എൻ്റെ അമ്മ അതുവരെ എനിക്ക് ചൂടുവെള്ളമൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി കുളിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു ചൊറിച്ചിൽ പോലെ. ഇത് കുളിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് വൈറ്റായിട്ടിരിക്കുന്ന ഞാൻ പൗഡർ ഇട്ടുകൊണ്ടാണ് അത് വൈറ്റായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. കാണിച്ചിടാം കേട്ടോ നിങ്ങൾക്ക്. ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇന്ന് കഴിക്കാൻ ഒരു ടീം ചമ്മന്തിയാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് ഡ്രസ്സ് എനിക്ക് അയൺ ചെയ്യണം. അപ്പം നമുക്ക് ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്യാം. മേക്കപ്പ് ഇനി അടുത്തത് സെറ്റാക്കണം. നമുക്ക് മേക്കപ്പ് സെറ്റാക്കാം. അപ്പം ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാസ്റ്റർ ബെഡ്റൂമിലാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഗൈസ്. അപ്പോഴും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ മേക്കപ്പ് വേണം. ഐലൈനർ ഇടും, പിന്നെ ലിപ് ബാം ഇടും, കുറച്ച് ഫൗണ്ടേഷൻ ഒന്നും ഇടത്തില്ല, ചെറിയൊരു ടച്ചപ്പ് മാത്രം. അങ്ങനെ ആവശ്യം ഇല്ലാത്ത മേക്കപ്സ് ഒന്നും ഞാൻ ഇടാറില്ല. അപ്പം മേക്കപ്പ് ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാനെന്ന് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഐലൈനർ വരയ്ക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഐലൈനർ വരയ്ക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ് അങ്ങോട്ട് വരയ്ക്കാൻ. അപ്പം ഐലൈനർ ഞാൻ വരയ്ക്കുന്നില്ല. അപ്പം ചെറിയൊരു ടച്ചപ്സും കൂടെ കൊണ്ടങ്ങ് നടത്താം. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം എനിക്ക് ഫുൾ ലുക്ക് കാണിക്കാനുള്ള ഒരിതില്ല. അപ്പം ഫുൾ ഫൈനൽ ലുക്ക് ഞാൻ ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഓ ഗൈസ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയിട്ടും എത്താറായില്ല. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്ക് വെച്ചേക്കുന്നത് ന്യൂമോണിയ ആയതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചേക്കുന്നത്. കാണിച്ചു തരാം. ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാവുന്നതൊക്കെ കാണിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. നല്ല രസമുണ്ട്. നല്ല അടിപൊളി മാങ്ങകളുണ്ട്. അടിപൊളി മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇതൊരു റൂമാണ്.
ഇവിടെ കട്ടിലൊന്നുമില്ല. റൂമിൽ തന്നെ ഒരു അലമാരയുണ്ട്. കബോർഡ്. ഗൈസ്, ഇതാ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ മറന്നു പോയതില്ലേ. ഞാൻ സ്റ്റെപ്പ് കയറി പോവുകയാണ് ഗൈസ്. സൂപ്പർ, നല്ല രസാ ഈ വീട്. വാ, സൂപ്പറാ. ഇവിടെ ഓരോ വീടുകൾ വെച്ച് കൊടുക്കുന്ന സ്ഥലമാണ്. രസമില്ലേ ഗൈസ് വീട്? അപ്പം നല്ല രസമാണ്. ബാക്കിയുള്ളത് വലിയ ഞാൻ കാണിച്ചു തരാം. ഫിഷ് ടാങ്ക്, നല്ല ഫിഷ് ടാങ്ക്, നല്ല കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഇട്ട് നല്ല കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഫിൽറ്ററുണ്ട്. ഇതാണ് ഒരു റൂം. AC ഉണ്ട്. ഒരു കബോർഡ് ഉണ്ട്. നല്ല ബെഡാ. ഗിഫ്റ്റൊക്കെ ഇരിക്കുക. ഡൈനിങ് ഹാള്, വാഷ് ബേസൺ. ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഗ്രാൻഡ് മായി മദർ ഫുഡ് കഴിക്കുകയാണ്. ഇതൊക്കെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലോട്ട് പോവാണ്. ഞാൻ അടുത്ത ബസ്സിൽ കയറി. എന്റെ ഊപ്പാട്. അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫുള്ള് ടയേർഡാണ് ഗായ്സ്. ഫുള്ള് ടയേർഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ്. എത്ര ബസ്സിൽ കയറി? 3 ബസ്സിൽ കയറി. തളർന്നു. എനിക്കിനി ഡ്രസ്സൊക്കെ മാറ്റണം, ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് ഞാൻ വരാം. ഫ്രഷൊക്കെ ആയി ഒക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം ഫ്രഷായി കുറച്ചു നേരം പ്രേയറിങ് ഉണ്ടായിരുന്നു. ചായ കുടിച്ചു. അതുപോലെ തന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു. പിന്നെ പണിയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി അടുത്ത രാത്രി ഫുഡ് കഴിക്കുന്നു. കുറച്ച് പഠിച്ചുകയും ചെയ്തിട്ടുണ്ട്. പഠിച്ചു. ഇനി അടുത്ത രാത്രി ഫുഡ് കഴിക്കണം, ചാറ്റണം, രാവിലെ എണീക്കണം, സ്കൂളിൽ പോകണം. ഇനി കുറച്ച് പഠിക്കാനും കൂടി ഉണ്ട്. പഠിച്ചിട്ട് നമുക്ക് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇട്ടത് ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചതും എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞു തന്നാൽ മതി. അപ്പോഴും വൈൻഡപ്പ് ഇപ്പം ചെയ്യുന്നില്ല. കുറച്ച് നിങ്ങൾക്ക് ഞാൻ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ എനിക്ക് കുറച്ചും പഠിക്കണം. പിന്നെ എന്തൊക്കെ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ട് ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. പഠിച്ചിട്ട് കഴിഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് ചോറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, എന്തൊക്കെയോ ഒരു തോരൻ, പിന്നെ നെല്ലിക്കച്ചാറ്, നാരങ്ങച്ചാറ്. ഇത് ഇത്രയുമാണ് ഇന്നത്തെ ഇവിടെ. ഇത് രാത്രിത്തെ വിഭവം. ചപ്പാത്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി നമുക്ക് ഇത് കഴിച്ചിട്ട് സ്ഥലം കഴിക്കാം. ചോറ്, എന്തൊക്കെയോ ഇട്ട തോരൻ, കായാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് കുറച്ച് 2 ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്. കുറച്ച് ചോറുള്ളായിരുന്നു ഗൈസ്.
പിന്നെ എനിക്ക് രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുക്കുംബർ മസ്റ്റാണ്. നിങ്ങളുടെ എൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ടേടാ, ഈ കുക്കുംബർ കഴിക്കാം. അതുപോലെ തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മധുരം, അത് എപ്പോഴായാലും അങ്ങനെയാണ്, ചെറിയൊരു മധുരം. പക്ഷെ എവിടെയൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ എൻ്റെ സംസാരം അറിയോ, എന്നെ വഴക്കുറഞ്ഞു അപ്പോഴും ഞാനത് കുറച്ചായിട്ടങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഉച്ചയ്ക്ക് അത്രയ്ക്ക് മധുരമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് ഗൈസ്. അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഞാൻ കുടിച്ചില്ല. അപ്പം വെൽക്കം ഡ്രിങ്കായിട്ട് ഒരു സ്ക്വാഷ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. എനിക്കിന്ന് അത്രയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ ഇടാതെ എടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കാണണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്തേ പറ്റേ ഗായ്സ്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, നിങ്ങൾ മറക്കല്ലേ. ഓക്കെ, നിങ്ങളെ വീഡിയോ കാണുന്നതിനൊപ്പം എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം കുക്കുംബർ കഴിച്ചില്ലെങ്കിൽ പാടാണ്. കുക്കുംബർ കഴിച്ചേ പറ്റും. കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗായ്സ്, അപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞു, കുക്കുംബർ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പറയുമ്പം നമ്മൾ രാവിലെ തുടങ്ങിയില്ലേ, അപ്പോഴും വൈൻഡപ്പ് ചെയ്യാം. കുക്കുംബർ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഗായ്സ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും. അപ്പം എൻ്റെ മാമിയാണ് എനിക്കെല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം എനിക്ക് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.